ബി.ജെ.പി. മന്ത്രിയുടെ മകൾ സി.ജെ.പിയുടെ പ്രതിഷേധത്തിന് പിന്തുണയുമായി പോയി. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുകയാണ്. അസമിൽ ഇപ്പോൾ ബി.ജെ.പി. സർക്കാരാണ്. അസമിലെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള കേശവ് മെഹന്തയുടെ മകൾ ഡിബിസ മെഹന്ത പ്രതിഷേധക്കാർക്കൊപ്പം നിന്ന് ബി.ജെ.പിക്കെതിരെയും ധർമ്മേന്ദ്ര പ്രധാൻ എന്ന ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രിക്കെതിരെയും ജസ്റ്റിസ് വേണമെന്ന് ആർത്തട്ടഹസിച്ച് വിളിക്കുന്നതിൻ്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ദേ കണ്ടോളൂ. സ്വാഭാവികമാണ്. നീതിബോധമുള്ള മനുഷ്യരാരായിരുന്നാലും ശരി, അവർക്ക് അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഡിബിസ ആ തീരുമാനമെടുത്തില്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രതീകമാകില്ല. അച്ഛന് പഴയ കാലഘട്ടത്തിലെ ഏതാണ് നമുക്ക് വിശ്വാസം, ആചാരം, സംരക്ഷണം തുടങ്ങി ആ പാതയിൽ പോകുമ്പോൾ അങ്ങനെയല്ല പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങൾ ചെയ്യേണ്ടത്. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ചെറുപ്പങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരീക്ഷകളെല്ലാം കൃത്യതയോടുകൂടി നടത്തണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഒരു വലിയ ജനക്കൂട്ടം തെരുവിലേക്ക് വരുമ്പോൾ, അതും പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങളാവുമ്പോൾ അവരെ പിന്തുണയ്ക്കുക എന്നുള്ളത് ആരുടെ ബാധ്യതയാണ്? അത് അച്ഛൻ്റെ ബാധ്യതയല്ല, മകളുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് അച്ഛൻ്റെ മന്ത്രിസ്ഥാനത്തെ പോലും വകവയ്ക്കാതെ മകൾ എന്ന പൗര സി.ജെ.പി. നടത്തുന്ന പ്രക്ഷോഭം ന്യായമാണെന്ന് കണ്ട് പരസ്യമായി പ്രതിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലരും കുത്തിത്തിരിപ്പുമായി രംഗത്ത് വരുമ്പോൾ ഈ നാട്ടിൽ ബി.ജെ.പിക്കാരുടെ മക്കൾ വരെ ഈ നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആകുലരാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച കുട്ടികളെ കയ്യേറ്റം ചെയ്തതിൽ വളരെയധികം ഖിന്നരാണ്, അവർ അമർഷമുള്ളവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ ദൃശ്യം പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഡിബിസയുടെ ഈ പ്രതിഷേധം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ മന്ത്രിയായിരിക്കെ, അതും ബി.ജെ.പിയുടെ ഭാഗമായിട്ടുള്ള മന്ത്രിയായിരിക്കെ, ആ പദവിക്ക് പോലും ഒരു വില കൽപ്പിക്കാതെ താൻ എന്ന ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ആവശ്യകതമായിട്ടുള്ള ഈ പ്രതിഷേധ സമരത്തിന് പിന്തുണ കൊടുക്കേണ്ടത് തൻ്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് വി വാണ്ട് ജസ്റ്റിസ് എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ, അതും അസമിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഗുവാഹട്ടിയിൽ നടന്ന പ്രതിഷേധത്തിൽ ഈ ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന് വലിയ കുറച്ചിലാകുമെങ്കിലും അതല്ല വേണ്ടത്. നാളുകളിൽ ഈ നാട്ടിലെ തലമുറയ്ക്ക് എന്താണോ വേണ്ടത് അതിനു വേണ്ടി നിലകൊള്ളുക എന്നുള്ള ധീരമായ ആ തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനത്തിനാണ് സമൂഹം കയ്യടി നൽകേണ്ടത്.